അത് തന്നെ അത് തന്നെ അത് ഇങ്ങോട്ട് നീക്കരുത് എൻ്റെ ഇടന്ന് കിട്ടാ അതെ അതുകൊണ്ട് വലുതായിട്ടൊക്കെ നിൽക്കുന്നില്ലേ എന്നാ നീ എന്തൊരു കാണിക്കണത് രാജമണിയുടെ പണി ഞങ്ങളെ കിടക്കണ പണി ഞാൻ പറഞ്ഞപ്പോ അത് തന്നെ തലകറക്കത്തിന് എന്തെങ്കിലും മരുന്ന് നല്ല മരുന്ന് പറ്റൂല അത് പറ്റൂല നിനക്ക് തല ഇറങ്ങണ നിനക്ക് തല ഇറങ്ങണ തല ഇറങ്ങണ ഇവിടെ കുറച്ച് മതി ഇനി ഇനി ഇങ്ങോട്ട് ചെയ്യട്ടെ അങ്ങനെ ചെയ് ഓ ചെയ്യാം അങ്ങനെ ചെയ് ഇങ്ങോട്ട് നമുക്ക് തല ഇറങ്ങണോ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പഠിക്കുന്ന ഒരു കൊച്ചാണ് എനിക്ക് ഇഷ്ടം പോലെ പഠിക്കാനൊക്കെ ഉണ്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ജോലി ചെയ്യാം കേട്ടാ എനിക്ക് പറ്റൂല അവക്കാണുമ്പോ കുഴപ്പമില്ല അവക്ക് ഒരു ജോലിയില്ല എനിക്ക് അങ്ങനെയല്ല തന്നെ എനിക്കും പഠിക്കാനുണ്ട് അവർക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ത് പഠിക്കാനുണ്ടെന്ന് എനിക്ക് പഠിക്കാനൊന്നുമില്ലേ പിന്നെ അത് മാത്രമല്ല ജിമ്മിലെ പണിയുണ്ട് നിന്നെ പോലെ തിന്നോണ്ടല്ല നീ ജിമ്മില് നീ അവിടെ അവിടെ ആയിരുന്നു അച്ഛൻ്റെ അടുത്തായിരുന്നല്ലോ അപ്പൊ നിനക്ക് എന്ത് ജിമ്മി ഇപ്പൊ നീ ജിമ്മിൽ പോകണില്ല അത് ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തു എന്ന് പറഞ്ഞോണ്ട് ഒരടവ് പറയണ അപ്പൊ അവള് അങ്ങനെ പണി നീ പൊടി നീ എന്തോന്ന് പഠിക്കുന്ന വിചാരം നീ എന്തോ പഠിക്കുന്ന നിന്റെ വിചാരം ഞാൻ ഡിഗ്രി തുറന്നു വെച്ച് ഞാൻ ഡിഗ്രി പഠിക്കണേ നീ എന്തോ പഠിക്കണേ നീ എന്ത് പഠിക്കണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ PG ചെയ്യണം നീ എന്തോ PG ചെയ്യണ് സബ്ജക്ട് പറയടി ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ നീ ബുക്കും തുറന്നു വെച്ചിട്ട് നീ എന്ന് പഠിക്കണ ഞാൻ അന്ന് കണ്ടതേ ദീവാ സ്വപ്നവും കണ്ടത് ചിലപ്പോ ഞാൻ സ്വപ്നമൊക്കെ കണ്ടു ഞാൻ ഇപ്പൊ കളഞ്ഞിട്ട് പോവേ അടിയിൽ കൂറണം അവിടെ കിടന്നു ഇതൊക്കെ ആര് തോട്ടം പേരിയും തൂപ്പരി ജാനുവാ ശരി കണ്ടാപ്പോ ഞങ്ങളെ കളിയാക്കണേ ഞാനും പോണു നീ പിള്ളേരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലടാ അച്ഛനെ കൊച്ചു പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അച്ഛൻ്റെ താര് പറഞ്ഞു ബാലവേലയ്ക്ക് അകത്ത് കിടന്ന് അഴി എണ്ണണോ അങ്ങനെ പറഞ്ഞൂടാ ഞങ്ങളെ നീ പണി അടിക്കുന്നില്ല പിള്ളേരെങ്കിലും പണിയെടുക്കട്ടെ പിള്ളേരെ പണിയെടുപ്പിക്കാൻ അവർ അച്ഛനമ്മ ഇവിടെ ഇല്ലെന്ന് അവർക്ക് ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലെന്ന് ചോദിക്കില്ല കേട്ടോ അതിന് പോലത്തെ ഒരു അങ്കിൾ ഉണ്ട് അവർക്ക് അങ്കിൾ മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട പണി കിണിയൊന്നും എടുക്കണ്ട വാ പോവാ നിങ്ങളടുത്തുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞത് എന്നാ ഇത് കണ്ട പോയി പുല്ല് പറയടി പൊടി പുല്ല് പറയടി അയ്യോ എനിക്ക് മുട്ടായല്ലേ നിനക്ക് തരാം പരുത്തിക്കുരു വരെ പരുത്തിക്കുരു നിനക്ക് വേണ്ടടി അത് നന്നായി അല്ലെങ്കിൽ ഞാൻ തരൂലായിരുന്നു പണിയായിട്ട് പുല്ല് പറയടി പോ അപ്പൊ അവളെയും വിളിച്ചോണ്ട് പോയി ഇതാണ് ഇവിടെ ഒരു പണിയും ചെയ്യാൻ അവൻ സമ്മതിക്കില്ല എന്തോന്നാ ഇവിടെ എനിക്കോട് താ എന്ത് കഷ്ടങ്ങള് എന്തോന്നാണ് സംഭവം എന്തോ കേട്ടത് തിന്നെ തീർന്നല്ല പ്രശ്നം അപ്പച്ചി എന്താ അപ്പച്ചി അതൊക്കെ ഉണ്ട് പറ എവിടെന്ന് അതൊക്കെ ഉണ്ടെന്ന് അഫ്സല് വന്നു അഫ്സല് മുട്ട എന്തൊരു നാടന ഭാര്യക്ക് മാത്രം കൊടുക്കുന്നു തന്നെ എന്റെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു ഭാര്യക്ക് മാത്രം നീ കൊണ്ട് കൊടുക്കണേ ഇല്ല എന്റെ വീട്ടിലെ പിങ്കിക്ക് കൊണ്ടുവിടും നിന്റെ രവി അണ്ണാന് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണെന്ന് ഹാഫ് കൊടുക്കണില്ല ഒരു തേങ്ങ ഉണ്ട് എന്തോന്ന് നല്ല കാര്യല്ലേ പറഞ്ഞേ നല്ല കാര്യമല്ല പറഞ്ഞ ഞാൻ എന്റെ ഭാര്യ കൊണ്ടുവരുന്നത് നീ ഇത് ചേട്ടാ കൊച്ചല്ലേ പാവോ കൊച്ചു പിള്ളേർ അങ്ങനെ ഒരുപാട് മുട്ട തന്നുണ്ടടി അവളെ കല്യാണം കഴിഞ്ഞ് അവളെ കെട്ടിച്ച് വിട്ടിട്ട് അവളെ ഭർത്താവൊക്കെ മുട്ടായി വെച്ചു അവൾ ഞമ്മ ചോദിച്ചിട്ട് ഞമ്മെന്ന് ചോദിച്ചിരുന്നാ മതി ഞങ്ങളെ കൂടുതൽ ഷോ ആണ് പൊട്ടിക്ക് അപ്പച്ചി நான் ஒரு கதை சொல்லட்டுமா പണ്ടേ പണ്ടത്തെ കഥ തന്നെ വേണ്ട നമുക്ക് താല്പര്യം മിണ്ടായിരിക്കും ഒന്ന് എടി പറഞ്ഞിട്ട് വേഗം പൊട്ടിക്ക് പണ്ടേ ഒരു കാക്ക ഉണ്ടായിരുന്നു ആ കാക്കയുടെ കയ്യില് വായില് നെയ്യപ്പം ഉണ്ടായിരുന്നു
അപ്പൊ ഒരു കുറുക്കൻ കാക്കയുടെ അടുത്ത് വന്നു. എന്റെ ആ കുറുക്കൻ കാക്കയുടെ അടുത്ത് വെച്ചു, കാക്കേ കാക്കേ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പൊ ആ കാക്ക എന്ത് ചെയ്തു? വാ തുറന്നു. അപ്പൊ ആ നെയ്യപ്പം തറയെ വീണു. അപ്പൊ ആ നെയ്യപ്പം എടുത്തോണ്ട് കുറുക്കൻ ഓടിക്കാം. പിന്നെ അങ്ങനെ ഒരു കുറുക്കന്റെ നെയ്യപ്പം തന്നെ കുറുക്കനൊന്നുമില്ല. അത് എന്തൊരു പുളുപൊടി അടിക്കുന്നത്? എന്നാ അവര് തമ്മിൽ സംസാരിച്ച ഭാഷ ഏതായിരുന്നു പറ? അല്ല ഫസ്റ്റ് കഥ നീ കാട്ടോണ്ടിരുള്ള പൊട്ടന്റെ ആട്ടന്റെ കഥ ഒന്ന് പോയി തരും. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ അനവസരത്തിൽ ഈ കഥ പറയേണ്ട കാര്യം എന്തോന്നു? അനവസരല്ല, ബാക്കി പറയട്ടെ. അപ്പൊ ഈ കുറുക്കൻ നെയ്യപ്പം എടുത്തോണ്ട് ഓടിക്കളഞ്ഞു. പോയി. അങ്ങനെ നെയ്യപ്പം പോയ കാക്കയുടെ അവസ്ഥയാണ് അപ്പച്ചിക്ക്. ഈ സാധനം അപ്പച്ചിക്ക് ഞാൻ തരും എന്ന് വിചാരിച്ചിട്ടല്ലേ ഇതെനിക്ക് തന്നെ? ഞാൻ തരൂല. ഇത് പറഞ്ഞില്ലേ? എന്തൊരു ദുഷ്ടയാണ് നീ കുറുക്കൻ പിങ്ങിയാൻ. കുട്ടിശാശില്ല എന്ത് എങ്ങനെ പാടി കാര്യം പറ. നിങ്ങൾ ഒരു സൂത്രം സൂത്രു എന്ത് ഇല്ല എന്റെ അടുത്ത് തൂക്കാൻ പറഞ്ഞ ഇവിടെ വരാനാണ് പറഞ്ഞത്. ഇവിടെ വാടി. ഞാൻ വരൂല. ചിന്നു ഇവിടെ വരാൻ. എനിക്ക് ഇനി വയ്യ പണിയെടുക്കാൻ. ചിന്നുവേ നോക്കാങ്ങളെ നിനക്ക് എന്തൊരു വേണോന്നാണ്? ഇതാ എന്നെ അടിക്കാൻ പറഞ്ഞു. ഇവിടെ വാടി ഇവിടെ. ഇവിടെ വാ. ഇവിടെ വാടി ഇവിടെ. എന്നെ എന്തിനച്ഛ അടിച്ചത്? നിനക്ക് സമാനായ അച്ഛന് സമാനായ വലിയ അടിക്കാരെ ബ്രൂസ്ലി ഓടി അച്ഛന് പോ. ആ നിന്നെ കിട്ടുവാടി, എനിക്ക് നിന്നെ കിട്ടും. ആ തൂക്കാതെ പോയാ അടുത്ത് നീ അങ്ങോട്ടല്ലേ വരണത്. കാണിച്ചു തരാം നിന്നെ ഞാൻ. ഐഡിയപരമായിട്ട് ഒരു മുട്ടായി താത്ത് വെച്ചില്ലായിരുന്നു ഇപ്പൊ കാണായിരുന്നു. കൊണ്ട് രണ്ടും അടിച്ചെടുത്തോണ്ട് പോയാലും ഇവിടെ ഒളിപ്പിച്ച് വെക്കാമല്ലോ. അല്ലെങ്കിൽ വേണ്ട, കറക്റ്റ് അവൾ ഇവിടെ തന്നെ വന്നിരുന്ന് എടുക്കും. ഒരു ഭാര്യക്ക് മുട്ടായി കൊടുക്കണം എന്തെല്ലാം പാടാണ്. ഇവിടെ ഒന്നും വെക്കണില്ല, ഇവിടെ എല്ലാം വെക്കാം. അല്ലേ അവള് കണ്ടാൽ കാണാൻ പറ്റില്ല. ഇവിടെ ഒന്നും കാണാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ മറന്നു. ഇത് പോക്കറ്റിൽ തന്നെ കിടക്കട്ടെ, എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം. ചിന്നുവേ നീ ഇപ്പൊ ആര് വരുമെന്തോ? എടി ചിന്നു, ചിന്നു എന്ത് ചേട്ടാ? ഇങ്ങോട്ടൊന്ന് വാടി. എന്തിന് വിളിക്കാൻ പോണു. എന്ത് ചേട്ടാ? ആടി ചിന്നച്ചിന്റെ ആശായി ചിറകടിക്ക് ചിന്നു. ഇതിനെ എന്നെ വിളിച്ചു വരുത്തിയത്? ഇങ്ങോട്ടോ, ഞാൻ ഒരു സൂത്രം തരാണെങ്കിൽ എത്ര നേരമായിട്ട് നടക്കണം നിനക്ക് എല്ലാം അറിയാമോ? ഗ്യാസിൽ പാല് വെച്ചേക്കണം. എന്തോ ചേട്ടാ ഇങ്ങോട്ട് ആരൊക്കെ അവിടെ ഇരിക്കുന്നു? പറയട്ടെ. ഇങ്ങോട്ട് വന്നാണ് നീ. അപ്പൊ അത് പൂജ മുറി. അപ്പൊ അതിന് ഇവിടെ എവിടെ പുല്ലിരിക്കണേ? പുറത്തുപോയി പുല്ല് പറയടി. തൃപ്തിയായല്ല? ഞാൻ ചെയ്തടി ചേട്ടന് സ്ഥലവും കാലവും ബോധമൊന്നും ഇല്ല ചേട്ടാ. സ്ഥലവും കാലോ? മക്കളെ സോറി മക്കളെ. അയ്യ അങ്ങനെ അച്ഛൻ വിചാരിക്കണമല്ലൊന്നുമില്ല. നടക്കട്ടെ മക്കളെ, കുഴപ്പമില്ലടാ. അത് ഇത് ആണം കിടത്തിയല്ലോ. റിങ്കി റിങ്കി ആ പാടിയോടെ എന്താ പറ്റി? കുഷ് കുഷ് കുഷ്
പിന്നെ പിടിച്ച് വിളിച്ചോണ്ട് എന്ത് നീ വാ അടുക്കളയിൽ എന്നെ ഒന്ന് സഹായിക്കും. ഈശ്വര, ഞാൻ പണിയെടുത്ത് മരിക്കും. അവിടെയും പണി ഇവിടെയും പണി. ഓടി അപ്പച്ചി, നമുക്കിന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയല്ലോ. നന്നായി. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണല്ലോ നീ ഐഡിയ പറയണത്. അപ്പൊ ഇതൊക്കെ ആര് കഴിക്കും? അപ്പൊ ഇനി ഉണ്ടാക്കാൻ പറ്റൂലല്ലേ? നമുക്ക് അടുത്ത ആഴ്ച വല്ലതും നോക്കാം. ആ, ഉണ്ടാക്കുമ്പോഴേ നമുക്ക് കൊഞ്ച് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാം. എപ്പം നോക്കിയോളൂ എർത്തിനെയും കൊണ്ടാ നിക്കുള്ളല്ലോ. റെഡി, നീ ഐഡിയ ഒക്കെ പറഞ്ഞല്ല, നിന്നെ ഈ ഭാഗത്തോട്ട് കാണാനില്ലല്ലോ സഹായിക്കാൻ. കൊഞ്ച് വാങ്ങിക്കുകയാണെങ്കിൽ തൊലിക്കുന്നവരെ ഞാൻ ഏറ്റു, പിന്നെ കഴിക്കുന്നത്. ഓക്കെ, ശരി ശരി. ഇപ്പൊ ഒട്ടിക്ക് നിൽക്കാൻ ഒരു സ്ഥലം ഇല്ല ഈ വീട്ടിൽ. ഇത്രയും മതിയാ ക്യാരറ്റ്? ഒരു ടൊമാറ്റോ കൂടെ വേണം. ഓ, എന്ത് അല്ല ഞാൻ അതാണ് ചോദിക്കുന്നത്. എന്ത് എന്താണ് ഇവിടെ പരിപാടി? എന്തിന് ഭാര്യ വായി നോക്കുവാണ്. ആര് ആരെന്നാ? ദൈവമേ, ഭാര്യ വായി നോക്കണ ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നു. എന്നെ ഭാര്യ ഇനി നോക്കിക്കൂടെ? ആ, ഞാൻ ഇനി നോക്കും. നോക്കൂ, കാര്യം പറ. എന്താണ്? തേങ്ങാക്കൊല എനിക്ക് പൊടി. പോലെ അതെ, റാമ്പുകൾ എത്ര നേരം അവിടെ ഇരിക്കുവായിരുന്നു. അതിന് നീ ചിരിക്കണ? അല്ല, ഒളിഞ്ഞു പോയിക്കൊണ്ടൊക്കെയായിരുന്നു. ആരാ? അപ്പച്ചി. എന്നെ? അതിനിപ്പോ എന്ത്? അതിനിപ്പോ എന്തെന്നാ? ഓ, അതിന് ഒളിഞ്ഞു നോക്കണം. എന്തിനാ ഇങ്ങനെ നേരം ഒന്ന് നോക്കിയപ്പോഴേ? അപ്പച്ചി എന്ത് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് പോയതായിരിക്കും. അത് തന്നെ. പക്ഷെ അങ്ങനല്ല, പിന്നെ ഒരു ഉഡായിപ്പ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു മുഖത്ത്. അത് നീ ഉടായ്പായോണ്ട് നിനക്ക് തോന്നണാണ്. ചുമ്മാ ഇരിക്കണ ചേട്ടനെ പറ്റി വെറുതെ പറയണോ? ഭാര്യയും ഭർത്താവും ഒന്നാണല്ലേ? അല്ല, നമ്മൾ രണ്ടാവാം. എന്ത് കൃമി? ഞാൻ പോണം. പോവാൻ വരട്ടെ, ഇതൊന്ന് കട്ടി ബാക്കി. എനിക്ക് വയ്യ, കൈ വയ്യ. ഓ, അത് വരണം. കുത്തു വെച്ച് കാണാം. ഒരു ജോലിയില്ല സാധനം. ആര് വിളിച്ചവളെ തന്നെ? ചുമ്മാ. അയ്യോ, എനിക്ക് ഇങ്ങനെയൊക്കെ മടക്കം അറിയാമോ? പറഞ്ഞോളാം. ഞാൻ വെച്ചാൽ നീ വെറുതെ ഫോണും നോക്കിയുള്ള ഇരിപ്പ് മാത്രമേ ഉള്ളൂ. നിനക്ക് ഇങ്ങനത്തെ സ്കില്ലൊക്കെ ഡെവലപ്പ് ആയല്ലേ? പിന്നെ ഇങ്ങനെ പഠിച്ചതൊക്കെ? അതെ, എന്റെ അമ്മ മടക്കനായിട്ട് പഠിച്ചാണ്. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ഇനി തൊട്ട് ഈ വീട്ടിൽ തുണി മടക്കുന്നത് നീ ചെയ്താൽ മതി കേട്ടാ. എന്തോന്നപ്പച്ചി ഒരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞപ്പോ? കുറച്ച് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് സ്കിൽസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആയി വരുന്നത്. എനിക്ക് ഡെവലപ്പ് ആക്കണ്ട. എന്നാലും ഇതും അതും കൂടെ അതെന്ത് വരാത്ത? എനിക്ക് അറിഞ്ഞു പറ്റിപ്പാണ്. എന്തോ ചേട്ടാ മകളെ കോക്കറി കഴിക്കണ കാര്യം പറ. നീ ഒന്ന് വാടി ചിന്നു. എന്തിന്? എന്തിനു? അങ്കളെ എന്തോ അങ്കളെ കാര്യം എന്തോ പറ അങ്ങോട്ട്. ഒരു കാര്യം ഉണ്ടെങ്കിൽ വാടി ഇങ്ങോട്ട് വാടി. ഞാൻ അവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? എടി നീ ഒന്ന് വാടി, നീ ഒന്ന് വിളിക്കല്ലോ ഒരുത്തം കിടന്ന്. എന്ത് കാര്യം പറ. നിന്റെ കുഴപ്പം എന്താണ്? നീ ഇതാണ് ഇപ്പൊ എപ്പോഴും ഒട്ടിയിരിക്കുന്നത്. ഒട്ടിരിക്കണ എത്ര ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അവളെന്നെ സഹായിച്ചോണ്ടിരിക്കല്ലേ? ചേട്ടൻ എന്തോന്ന് ചേട്ടാ? ഇവള് സഹായിക്കല്ലേ, ഇവള് നിന്നെ ഉപദ്രവിച്ചോണ്ടിരിക്കണം. നീ അത് തിരിച്ചറിയാതെ പോയി. നീ അയ്യോ പാവം, തുണി മടക്കിക്കൊണ്ടിരിക്കണ അവളോ. എന്തോ ചേട്ടാ ചേട്ടന് നീ തിന്നണ്ട. നീ ഒന്ന് വാടി, നീ ഒന്ന്. ചേട്ടാ എന്തോന്ന് വേണമെന്ന് പറയാട്ടാ. എന്റെ പേഴ്സ് വേണം. അത്രേ ഉള്ള അത് ആ ഷെൽഫിലുണ്ട്, പോയി എടുത്തോ. എടുത്തോ, അങ്ങോട്ട് പോയി എടു ചേട്ടാ. അപ്പച്ചി ഒരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ. എന്തോ അങ്കളെ നിനക്കെന്തരി നിന്നെ ഞാൻ എന്ത് ചെയ്തു? നീ ഒന്ന് ചുമ്മാ ഇനി വായി വെച്ചോളൂ. നീ ഇത്തിരി ഒരു പാടച്ചു പോയി. ഞാൻ എടുത്ത് തന്നാ മതിയാ? നീ എടുത്താ നീ എടുത്താ എടി. അയ്യേ, അതൊന്നും പറ്റില്ല. നീ തുണി മടക്ക്. എന്നാ പോയിടും. ചേട്ടൻ ചേട്ടാ ചേട്ടോട്ട് സഹായിക്കും. ഇത് വിധിയാണ്. ഒരു തരത്തിൽ കൂടെ നീ സമ്മതിക്കണില്ലല്ലേ? എന്താണ് ഇങ്ങർക്ക്? എനിക്ക് അറിഞ്ഞൂടെ അങ്കളെ. എന്തങ്ങളെ എന്താണ് ചെയ്യണേ? ചേട്ടാ തുണി മടക്കണ ചേട്ടാ. മടക്കിയ മടക്കിക്കൊണ്ടിരിക്കണ്. നല്ല മടക്കി എല്ലാം മടക്കി.
മനുഷ്യനായ ബോധം അല്ലെങ്കിൽ ബുദ്ധി വേണം, ബുദ്ധി. എന്താണ് പ്രശ്നം? എന്താണ് ഇങ്ങനെ ഇപ്പൊ പേഴ്സ് വേണ്ടേ? മടക്കണി അങ്ങോട്ട്. എന്ത് ഭംഗിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ടറിയോ? ഒന്നുകൂടെ മടക്കണം. കിടന്ന വലിയ എനിക്ക് വയ്യ, എനിക്ക് ശല്യം. നിങ്ങള് പേഴ്സ് കൊണ്ട് പേടി. അങ്കിളല്ലേ പേഴ്സ് ചോദിച്ചേ? ഞാൻ നിന്നോട് ചോദിച്ചാ? എന്റെ അടുത്ത് ചോദിച്ചില്ല. ആരെടുത്താലും പേഴ്സ് കിട്ടിയാ പോരെ? നീ ദേവി എന്റെ പേഴ്സ് കൊണ്ടുപോയി, എനിക്ക് വായിട്ടളിക്കാൻ. എന്റെ പൊന്നങ്ങളെ ഇങ്ങോട്ടോക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടോ, അങ്കിളിന് ഭ്രാന്താണോ? നിനക്ക് ഭ്രാന്താടാ. നീ എന്തിനാ എന്റെ പുറകെ നടക്കണത്? നീ അവളെ പുറകെ പറഞ്ഞാണെന്നില്ല, അതുപോലെ നീ എന്റെ പുറകെ കൂടെ നടക്കണോ? പേഴ്സ് എടുത്തോണ്ടോ കുറ്റം? എന്റെ പേഴ്സ് എടുക്കും. മനുഷ്യനെ വെറുതെ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? അവൻ എന്തിനു വിളക്കം പറഞ്ഞിട്ട് പോയത്? എന്റെ പൊന്നപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ ഞാനും ഒപ്പച്ചും കൂടെ തുണി മടക്കിക്കൊണ്ടിരുന്നപ്പം അങ്ങേര് വന്ന് പേഴ്സ് ചോദിച്ചു. ഇപ്പൊ ഞാൻ പേഴ്സ് കൊണ്ടുവന്ന് കൈ കൊടുത്തപ്പോ പറയണ എനിക്ക് വേണ്ട, നീ എടുത്തോണ്ട് പോന്ന് പറഞ്ഞു. എന്നെ വഴക്കുറയണം. എന്തൊന്ന് മോനപ്പൂ അപ്പൂന്റെ? ചിന്നുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അപ്പച്ചിയായിട്ട് ഒരു പ്രശ്നമല്ല. ഇത് വേറൊന്നുമല്ല, മുഴുത്ത ഭ്രാന്താണ് അങ്ങേർക്ക്. അയ്യോ, എനിക്ക് സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇവന്റെ കാര്യം ഒരു മുട്ടായി കൊടുക്കാൻ വേണ്ടി ഇവിടെ നോക്കിക്കൊണ്ട് നടന്നാ ഇനി ഞാൻ നിന്നാ മതിയായിരുന്നു. ചേടാ എടീ, നീ ഇപ്പഴേക്കും വന്നല്ല. നിനക്കൊരു കാര്യം തരാം. എത്ര നേരം ഞാൻ പുറകെ കിടക്കണം അറിയാമോ? ഓ, അതാണ് അവിടെ കിടന്ന് ഇങ്ങനെ പനികൊണ്ടിരുന്നത്. ചിബിക്കല്ലടിച്ചിരിക്കും കേട്ടോ. ചേട്ടാ ഞാൻ അറിഞ്ഞില്ല. ഇങ്ങത്താ പെട്ടെന്ന് കുട്ടി വിശേഷിപ്പോ നീ എന്തൊന്ന് പറയണ? ഞാൻ അതല്ല പറഞ്ഞത്. എവിടെ തോന്നുന്നു നീ കൊള്ളാം കേട്ടെ. അലാവുദ്ദീൻ അത്ഭുത മറ്റേ ഭൂതത്തിനെ പോലെ കുട്ടി പിശാചെന്ന് മനസ്സിൽ വിചാരിച്ചോളൂ. അപ്പോഴേക്കും അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് സാറ്റ് അടിക്കണ്ടേ? സാറ്റ് അടിക്കണ്ടേന്ന്. നീ നെഞ്ചത്തടിയില്ലേ സാറ്റ്? എണ്ണിയ സ്ഥലത്ത് അടിച്ചാലേ സാറ്റ് വർക്കാവുള്ളൂ. അയ്യോ ദേവി മൂകാംബികെ, നെഞ്ചടിച്ച് പൊളിച്ചിട്ട് രണ്ടും കൂടെ ഓടിക്കളഞ്ഞല്ലേ. എടി ചിന്നു, ചിന്നു വിടല്ലെന്നാ? എവിടെയാണ് അവള്? കേക്കുന്നു, ഞങ്ങൾ ഇവിടെ ഒളിച്ചു വിളിക്കുന്നു. അപ്പച്ചേ, നീ പോയാണ്. ഞാൻ നിക്കണോ? ചേട്ടൻ കളിക്കണം. നീ എന്നടി ഇവിടെ കുറെ നേരം കൊണ്ട് നീ കളിക്കണ? നീ ഞാൻ സാറ്റ് കളിക്കണമെന്നല്ലേ പറഞ്ഞ്. എന്തിനാ നിങ്ങള് ചൂടാവണേ? നീ എന്തിന് വേഷം കണ്ടെടുക്കണ? നീ അപ്പച്ചി എന്തൊന്ന് വേഷം കെട്ടിന്നാണ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞത്? എനിക്ക് മനസ്സിലായി, ചേട്ടനെ കളിപ്പിക്കാത്തോണ്ടായിരിക്കും. ചേട്ടൻ എന്നല്ലേ കുറെ നേരം കൊണ്ട് കളിപ്പിക്കണ നീ അവിടെ ഇട്ട്? അടുത്ത ക്യാച്ചർ ചേട്ടൻ. അടുത്ത ക്യാച്ചർ നിന്റെ? അതങ്ങനെ ശരിയാവും. അവളല്ലേ കണ്ടത്? ശരി. അപ്പൊ അടുത്ത ക്യാച്ചർ നീ. എന്തോന്ന് അപ്പൊ പൊളിക്ക് വാ. ഓടി കിടന്നു. എന്തോ ചേട്ടാ ചേട്ടനെ? അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവളാര്? എന്റെ സഹോദരിയുടെ മോള്. അയ്യോ എടി, ഇവളാരടി? അപ്പച്ചി, നിന്റെ കുഞ്ഞമ്മ. കുഞ്ഞമ്മ? ഞങ്ങളുടെ അപ്പച്ചി എങ്ങനെ കുഞ്ഞമ്മയാവും? എടി എടി എടി, ഇവള് എന്റെ ആരടി? എന്റെ ആര്? സംശയം എന്ത്? ഭാര്യ തന്നെ? ആ കാര്യം ഉറപ്പാണല്ലോ. അങ്കിളിന് ഉറപ്പാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്. നിന്റെ മിണ്ടല്ലേ നീ, മിണ്ടിപ്പോലെ നീ. ഞാൻ പറയണ, ഞാൻ ഒറ്റയെണ്ണം മിണ്ടിപ്പോലെ. ഞാൻ സംസാരിക്കും. ചേട്ടന്റെ പ്രശ്നം നിർത്തടി. അച്ഛാ ഇവളെന്റെ ഭാര്യ തന്നെയല്ല. ഇവർക്ക് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ രാവിലെ തൊട്ട് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം, അറിയാമോ നമുക്ക്? രാവിലെ തൊട്ട് കറങ്ങി നടന്ന എന്തിനാണെന്നൊക്കെ നമുക്കറിയാം. അതൊന്നും അല്ലെന്ന്. പിന്നെ പിന്നെ മാറുണ്ടേ. ഇത് കണ്ട? എന്താ ഞാൻ രാവിലെ 2 മുട്ടായി കൊണ്ടുവന്നു. അത് ഒരെണ്ണം രഹസ്യമായിട്ട് നിനക്ക് കൊണ്ട് തരാൻ വന്നതാണ്. ഇത്രയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. രഹസ്യമായിട്ട് ചേട്ടാ മുട്ടായൊക്കെ തരണം എന്തിനാ ചേട്ടാ? ഓഹോ,
അപ്പൊ നീലടി പറഞ്ഞു ഇനി തരുമ്പോ രഹസ്യമായിട്ടാണ് എല്ലാവരും മുമ്പ് തരല്ലെന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പൊ പറഞ്ഞ അങ്ങനെ കൊള്ളാം. അവള് പറഞ്ഞില്ലേ? ഇപ്പൊ എനിക്കെന്നറിയാം. എടി ഇവള് പറഞ്ഞടി ആരെടുത്ത്? എന്റെ അടുത്ത്. എന്ത് ചേട്ടാ അനാവശ്യം പറയണേ? ഇവിടെ എടി നിനക്ക് ഇഷ്ടപ്പെട്ട മുട്ടായി തന്നെ ഇത്. അത് ഒരെണ്ണം നമുക്ക് അവൾ അടിച്ചെടുത്തോണ്ട് പോയാ ഈ ഉണ്ട. ശരിയാണ്, എടുത്തോണ്ട് പോയി. അപ്പൊ നിനക്ക് ഒരെണ്ണം ഞാൻ മൊത്തത്തോടെ അങ്ങ് തരാൻ വേണ്ടി ഒളിപ്പിച്ച് വെച്ചിരുന്നു. അങ്ങനെ ഓ എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കൂല. അല്ലാതെ ഒരുമാതിരി നീ വിചാരിക്കുന്നല്ല കേട്ടാ. അത് ഞാൻ ഒന്നും വിചാരിച്ചില്ലല്ലോ. ആ വിചാരിച്ചില്ലേ? ഇല്ല അപ്പു. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നടക്കൂലെന്ന്. എന്തോ നടക്കൂല? മുട്ടായി അവർക്ക് കൊടുക്കണം. നിന്റെ കൊക്കിനെ കൊന്ന് കറി വെച്ച് ഞാൻ തിന്നാലും ശരിയെന്നെ ഞാൻ നടത്തും കേട്ടാടി. നീയാടി എന്റെ അടുത്ത് പറയാതെ സംസാരിക്കേ. പിന്നെ അല്ലാതെ അങ്ങനെ പറഞ്ഞോട് ചേട്ടാ. കുന്ത് എട് എന്തോന്ന്? വാ. ഓ നീ അങ്ങനെ ക്നാറ്റണ്ട. ചേട്ടാ താ ചേട്ടാ, എന്താ ചേട്ടാ പടി കിടന്നു. അയ്യേ, എനിക്ക് താ ചേട്ടാ. ചേട്ടാ